ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ ജോലിയൊക്കെ നഷ്ടപ്പെട്ട് ആയ കാര്യങ്ങളെല്ലാവരും അറിയുന്നുണ്ട്. ശ്രുതിക്ക് അതിൽ വിഷമമൊക്കെ ആവുകയാണ്. അങ്ങനെ അതിനുശേഷം ശ്രുതി മറ്റൊരു ജോലി അന്വേഷിച്ച് ഒരു കമ്പനിയിൽ ഒരു ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ അവൻ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് കുറേ പേര് ഇൻ്റർവ്യൂവിലൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇൻ്റർവ്യൂവിൽ അവർ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവർ പറയുന്നുണ്ട്, നിങ്ങളുടെ ക്വാളിഫിക്കേഷനൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് നല്ലൊരു ജോലി തരാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. ശ്രുതി പറയുന്നുണ്ട്, എനിക്ക് ഇത്രയും ഡിഗ്രിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും എനിക്ക് നല്ലൊരു ജോലി ഇതുവരെയും കിട്ടിയിട്ടില്ല സാർ. ജോലി തന്നു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെതായ രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങനെ വിശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവർ പറയുകയാണ്, ഇന്ന് ജോലി ഇൻ്റർനാഷണൽ കമ്പനി കാനഡയിലാണ് നിങ്ങൾക്ക് ജോലി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കാനഡയിലോ എന്ന് പറഞ്ഞ് കണ്ണ് തള്ളി നിൽക്കുകയാണ് നമ്മുടെ ശ്രുതി. അപ്പോൾ ശ്രുതിയുടെ ആഗ്രഹത്തിനനുസരിച്ചൊരു ജോലി തന്നെയാണ്. അവന് ഈ നാട്ടിലൊന്നും ജോലി ചെയ്യാൻ താല്പര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ്റെ ആഗ്രഹത്തിനനുസരിച്ചൊരു ജോലി തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവനിങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട്, ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി ഇതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കൂടിയിട്ട് ഒരു 14 ലക്ഷം രൂപ 14 lakhs അത്രയും വേണം എന്ന് പറയുകയാണ്. അതോടുകൂടി ശ്രുതി പറയുന്നുണ്ട്, അത്രയും വേണോ എന്ന് ചോദിക്കണം. അപ്പോൾ അതുമായി നിങ്ങൾ വായോ, അതിനുശേഷം ഈ ഒരു ജോലി നിങ്ങൾക്ക് അപ്പം തന്നെ ജോലി കിട്ടിയിരിക്കും, 14 ലക്ഷം കൊണ്ടുവായോ എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഉടനെ തന്നെ നമ്മുടെ ശ്രുതി ശരി എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നും നല്ല സന്തോഷത്തോടു കൂടി തന്നെയാണ് വരുന്നത്. അങ്ങനെ ഈ 14 ലക്ഷം ഇനി എവിടെ നിന്ന് കിട്ടും എന്നുള്ളൊരു ഇതിലാണ് വരുന്നത്. അങ്ങനെ ആ സമയത്ത് നമ്മുടെ അമ്മയും അതുപോലെ തന്നെ ശ്രുതിയും കൂടിയൊക്കെ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയം അവന് ജോലി കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് വരികയാണ് നമ്മുടെ ശ്രുതി വരുന്ന സമയത്ത് ചന്ദ്ര വെപ്രാളപ്പെട്ട് ഓടിച്ചെന്ന് ശ്രുതിയെ കൂട്ടിക്കൊണ്ട് വന്ന്, വാ മോനെ ഇവിടെ ഇരിക്കി എന്ന് പറഞ്ഞിട്ട്, എന്തായി മോനെ കാര്യം, ജോലിയൊക്കെ കിട്ടിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ശ്രുതിയാണെങ്കിൽ ചന്ദ്രയുടെ ചെവിട്ടിൽ എന്തോ രഹസ്യം ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ആ രഹസ്യം കേട്ട ഉടനെ തന്നെ ചന്ദ്ര തുടങ്ങി കരച്ചിൽ. ചന്ദ്ര ഭയങ്കര വിഷമത്തിൽ ഇങ്ങനെ കരയുകയാണ്. അപ്പോൾ അവിടെ സച്ചിയും രേവതിയും അതുപോലെ രവിയും ശ്രുതിയും ഉണ്ട്. അപ്പോൾ അവർക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ ആ സമയത്ത് എന്താ ജോലി കിട്ടിയില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതിയോട് പോലും കാര്യം പറഞ്ഞിട്ടില്ല ശ്രുതി. അപ്പോൾ ഈ ശ്രുതിക്ക് ദേഷ്യം മാത്രം ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താണ് കാര്യം എന്താണെന്ന് വെച്ചാൽ പറയുമെന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ജോലി കിട്ടി ശ്രുതി എന്ന് നമ്മുടെ ശ്രുതി പറയുകയാണ്. അപ്പോൾ ആണോ, എന്നിട്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെ, എനിക്ക് ആയിരങ്ങളല്ല ലക്ഷങ്ങളാണ് സാലറി ഉള്ളത്. എനിക്ക് ജോലി കിട്ടിയിട്ടുള്ളത് ഇന്റർനാഷണൽ കമ്പനിയിലാണ്, കാനഡയിലാണ്. എനിക്ക് അവിടേക്ക് പോകണം എന്നിങ്ങനെ ശ്രുതി പറയുന്നുണ്ട് ശ്രുതിയോടായിട്ട്. അപ്പം ശ്രുതി പറയാണ്, ശ്രുതിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ശ്രുതി പറയുന്നുണ്ട്, ആണോ, എന്തായാലും കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ നമ്മുടെ ശ്രുതി. എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ കെട്ടിപ്പിടിക്കുകയും അതുപോലെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര വീണ്ടും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചന്ദ്ര വീണ്ടും ശ്രുതിയുടെ അരികിലേക്ക് ചെന്നിട്ട് പറയാണ്, അല്ല മോനെ ഇനിയിപ്പോൾ കാനഡയിലേക്ക് എന്നാ പോകേണ്ടത്? കാനഡയിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ അമ്മ എങ്ങനെ മോനെ കാണാണ്ടിരിക്കും? അമ്മയ്ക്ക് വിഷമമായിട്ട് പാടില്ല. ഇപ്പോഴേ തന്നെ ആലോചിച്ചിട്ട് എനിക്ക് സങ്കടം വന്നിട്ട് പാടില്ല. ഇനിയിപ്പോൾ മോൻ പോയി കഴിഞ്ഞാൽ മോന് തനിയെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കണം, പുറത്തുനിന്നൊന്നും ഭക്ഷണം കഴിക്കരുത് കേട്ടോ. പിന്നെ അവിടുത്തെ കാലാവസ്ഥ അനുസരിച്ച് എന്നും മോനും വെളിച്ചെണ്ണ ഒക്കെ തേച്ച് കുളിക്കണം, എണ്ണൊക്കെ തേച്ച് കുളിക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ സച്ചി കളിയാക്കുന്നുണ്ട്. അവിടുത്തെ കാലാവസ്ഥയ്ക്ക് വെളിച്ചെണ്ണൊക്കെ തേച്ച് കുളിച്ചു കഴിഞ്ഞാൽ വല്ല രോഗം പിടിക്കുമെന്ന് പറയാണ്. നീ ഒന്നും മിണ്ടാതിരുന്നിട, നിന്റെ വായ അടച്ചിട്ടെന്നൊക്കെ ചന്ദ്ര സച്ചിയെ വഴക്ക് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതിയുടെ മുഖത്ത് ഭയങ്കര ഗമയാണ് കേട്ടോ. സച്ചിനെയും രേവതിയൊക്കെ ഇങ്ങനെ മാറി നല്ല ഗമയോടുകൂടി ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ എന്തായാലും അവരൊന്നും മിണ്ടാതെ, രണ്ടുപേരും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് രവി ചോദിക്കുന്നുണ്ട്, അല്ല അതൊക്കെ പോട്ടെ, എന്തായാലും എന്തെങ്കിലും ഒരു ദിവസം മാറി നിൽക്കണം. അപ്പോൾ സച്ചി പറയണം, അമ്മയ്ക്ക് അത്ര വിഷമാണെങ്കിൽ അമ്മ ഒരു കാര്യം ചെയ്യ്, ഇവൻ്റെ കൂടെ അങ്ങോട്ട് പൊക്കോ കാനഡയിലേക്ക് എന്ന് പറയുന്നുണ്ട്. അയ്യോ അതെങ്ങനെ പറ്റും, ഞാൻ നിങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഇങ്ങനെ പോകാൻ പറ്റുമെന്ന് രവിയോട് ചോദിക്കുകയാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അത് ശരിയാ, ഇവിടെ വഴക്കുണ്ടാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് പിന്നെ പോവാനും പറ്റില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ശ്രുതിയോടായിട്ട് അച്ഛൻ ചോദിക്കുകയാണ്, എല്ലാ മോനെ എന്നാ നിനക്ക് അങ്ങോട്ട് പോകേണ്ടത്, എന്നാ നിനക്ക് ജോലിക്ക് ജോയിൻ ചെയ്യേണ്ടത് എന്ന് പറയാണ്. അപ്പോൾ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ജോയിൻ ചെയ്യാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എന്താ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ശ്രുതി വരെ ഇങ്ങനെ ആകെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, ഇത്ര നേരം ജോലി കിട്ടിയെന്നാണല്ലോ അച്ഛാ പറഞ്ഞത്, ഇപ്പം എന്താ ജോലി കിട്ടിക്കഴിഞ്ഞാൽ എന്നുള്ള ഒരു സംസാരം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അത് പിന്നെ വേറൊന്നല്ല,
ഒരു 14 ലക്ഷം രൂപ അവർക്ക് കൊടുക്കണം അതിന് വേണ്ടിയിട്ട്. എന്നാൽ ഉടനെ തന്നെ എനിക്ക് ജോലി തരാമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുന്ന സമയത്ത് ചന്ദ്രയുടെയും അതുപോലെ നമ്മുടെ ശ്രുതിയുടെയും മുഖം ആകെ ദേഷ്യം കൊണ്ട് അവനിങ്ങനെ കണ്ണ് തുറപ്പിച്ച് നോക്കുകയാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും ചിരിയാണ് വരുന്നത്. സച്ചി പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ആഹാ നല്ല തമാശ. 14 ലക്ഷം അവന് ആദ്യം അച്ഛൻ്റെ പൈസ കൊണ്ടുപോയില്ലേ, ആ പൈസ ആദ്യം തിരിച്ചുകൊണ്ട് വരട്ടെ, എന്നിട്ട് ഇവന് ഈ പൈസ കൊടുക്കാം. 14 ലക്ഷം എന്താ അവൻ്റെ എന്നൊക്കെ പറഞ്ഞങ്ങനെ ഒരുപാട് സച്ചി കളിയാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സച്ചി നമ്മുടെ രേവതിയും ചിരിച്ച് അങ്ങനെ പരിഹസിച്ചിട്ട് അവിടെ നിന്നും പോവുകയാണ്. അതൊന്നും സഹിക്കാനാവാതെ ശ്രുതിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് ശ്രുതിയും ദേഷ്യപ്പെട്ട് റൂമിലേക്ക് പോകുന്നുണ്ട്. അപ്പം ചന്ദ്ര വന്നിട്ട് പറയാണ്, എന്തിനാ എല്ലാവരും ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എൻ്റെ മോനോട്, എൻ്റെ മോൻ 14 ലക്ഷം കിട്ടിയാൽ പൊക്കൂടെ എന്ന് പറയുന്നുണ്ട്. അപ്പം രവിയും അവിടെ നിന്ന് പോവുകയാണ്. എന്നിട്ട് രവി റൂമിൽ ചെന്നിരുന്നിട്ട് ഭയങ്കര ചിരിയാണ് കേട്ടോ. അപ്പം ആ സമയത്ത് സച്ചി അവിടേക്ക് വരുന്നുണ്ട്. അപ്പം എന്താ അച്ഛ ഇങ്ങനെ ചിരിക്കണത്? ഒന്നുമല്ല, നിന്റെ ചേട്ടന്റെ കാര്യം ആലോചിച്ചിട്ടാണ്. അവന് അമ്മേനെ വിട്ടിട്ട് ചന്ദ്രയുടെ ഒക്കെ ഒരു അവസ്ഥ നോക്കി അവന് അമ്മയും മകനും പിരിഞ്ഞിരിക്കാൻ പറ്റില്ലെന്നും പറഞ്ഞു. ഒരു ഭാഗത്ത് കരച്ചില്, അതുപോലെ ഭക്ഷണം തനിയെ ഉണ്ടാക്കി കഴിക്കണം, പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കരുത്, ആരോഗ്യം നോക്കണം, എണ്ണ തേച്ച് കുളിക്കണം, എന്തൊക്കെയായിരുന്നു ഇവിടെ. ഇപ്പൊ 14 ലക്ഷം രൂപ വേണം, അത് ആദ്യം പറഞ്ഞില്ല, എന്നിട്ട് അവൻ ജോലി കിട്ടിയ പോലെയാണ്. അപ്പൊ അതൊക്കെ ആലോചിച്ച് ഞാൻ ചിരിച്ചതാണെന്നൊക്കെ പറഞ്ഞങ്ങനെ ഭയങ്കര പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് സച്ചി പറയുന്നുണ്ട്, എന്തായാലും അച്ഛൻ ഇങ്ങനെ കുറെ കാലത്തിന് ശേഷം ഒന്ന് ചിരിച്ചു കണ്ടല്ലോ, അത് വലിയ സന്തോഷം. ഇതുപോലെ അവന്റെ ഓരോ കോമഡി കണ്ടിട്ട് നമുക്ക് ഒന്നിച്ച് ചിരിക്കാം അച്ഛൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സച്ചി രവീന്ദ്രനോടൊക്കെ പറയുന്ന ഒരു ഭാഗമൊക്കെയുണ്ട്. അങ്ങനെ ഒരു ഭാഗം നമുക്ക് ഉടനെ തന്നെ കാണാം. ചെമ്പനീർപ്പൂവിൻ്റെ വരാൻ പോകുന്ന ഇതുപോലുള്ള എപ്പിസോഡുകൾ കാണാൻ വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.